നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാട് കോതകുളത്ത് വെച്ച് മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. റേഷൻ കടകൾ കാലിയാക്കി ജനങ്ങളെ ദുരിതത്തിലാക്കുന്നതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നിൽപ്പ് സമരം നടത്തി. തളിക്കുളം എരണേഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവം ബുധനാഴ്ച ആഘോഷിക്കും. വിശദമായ വാർത്തകളിലേക്ക്. മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. ചന്ദ്രാപ്പനി അമ്പലത്ത് വീട്ടിൽ ഇബിനുൾ മുഹമ്മദ്, ചന്ദ്രാപ്പനി കുടംപുളി വീട്ടിൽ നിഷിക് എന്നിവരാണ് അറസ്റ്റിലായത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നുള്ള വാഹന പരിശോധനയിൽ കോതകുളത്ത് വെച്ച് വലപ്പാട് പോലീസിന്റെയും ജില്ലാ ഡാൻസാഫിന്റെയും നേതൃത്വത്തിലാണ് ഇവരെ പിടികൂടിയത്. പ്രതികളിൽ നിന്നും 2.51 ഗ്രാം MDMA-യും പ്രതികൾ സഞ്ചരിച്ച കാറിൽ നിന്നും MDMA വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കവറുകളും ഉപയോഗിക്കുന്ന ഫണലും കണ്ടെത്തിയിരുന്നു. പ്രതികൾ ബാംഗ്ലൂരിൽ നിന്നാണ് വിൽപ്പനയ്ക്കായി ലഹരിയിൽ വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നത്. പ്രതികളിൽ ഇബിനുൾ മുഹമ്മദ് 2022 മതിലകം പോലീസ് സ്റ്റേഷൻ ഒരു അടിപിടി കേസിൽ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ മേൽനോട്ടത്തിൽ വലപ്പാട് SHO രമേശ്, SI സദാശിവൻ, SI സിനി, പ്രബിൻ, മനോജ്, റഷീദ്, സോഷി, സന്ദീപ്, ഡാൻസാഫ് അംഗങ്ങളായ SI ജയകൃഷ്ണൻ, ഷൈൻ, സൂരജ് ദേവ്, ബിജു ഇയാനി, ബിജു, സോണി, CPO ഷിൻഡോ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. SNDP യോഗം വലപ്പാട് ശാഖ പൊതുയോഗം നടന്നു. SNDP യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുധീപ് കുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ബിജോയ് മാസ്റ്റർ അധ്യക്ഷനായി. യൂണിയൻ കൌൺസിലർ നരേന്ദ്രൻ തയ്യിൽ, ജയരാജൻ മാസ്റ്റർ, കൃഷ്ണകുമാർ പണിക്കെട്ടി, ഗോപാലൻ വേളയിൽ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി നീതു ഏങ്ങൂരിനെയും വൈസ് പ്രസിഡന്റായി രാഹുലൻ വേളേക്കാട്ടിനെയും സെക്രട്ടറിയായി ഗോപാലൻ വേളയിലിനെയും തിരഞ്ഞെടുത്തു. ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ നാട്ടിലെല്ലാം എതിരാളികളില്ല. താരാനാഥ് നമ്മുടെ കൂട്ടാണ്, നരേന്ദ്രൻ ഞങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം SNDP പ്രസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ വേർതിരിവുകൾക്കോ രാഷ്ട്രീയ ഇസങ്ങൾക്കോ ഒന്നും പ്രസക്തിയില്ല. അന്തിമമായി നമ്മുടെയൊക്കെ ലക്ഷ്യം ഗുരുദേവ ദർശനങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ സമുദായങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതുമായതുകൊണ്ട് അത്തരത്തിലുള്ള ഐക്യമില്ലായ്മ എന്ന സംവിധാനം നമ്മുടെ യൂണിയനിലോ ശാഖകളിലോ ഒന്നുമില്ല. ഇപ്പോഴുമുണ്ട് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലെ 21 വർഷക്കാലമൊക്കെ ഒരു പ്രശ്നമില്ലാതെ പോകുന്ന യൂണിയനുകൾ വളരെ കുറച്ചുള്ളൂ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം യൂണിറ്റ് വാർഷിക സമ്മേളനവും അവാർഡ് വിതരണവും നടന്നു. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് AR ഉന്മേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ധർമ്മപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി MV ജയപ്രകാശൻ, KSSPU ബ്ലോക്ക് പ്രസിഡന്റ് MV മധു, BN ജയാനന്ദൻ, V കല എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന വിദ്യാലയങ്ങളിലെ അക്കാദമിക മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. KN വിമല വരണാധികാരിയായി പുതിയ കമ്മിറ്റി അംഗങ്ങളെയും ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി AR ഉന്മേഷിനെയും വൈസ് പ്രസിഡന്റുമാരായി KS ലതിക, V കല, ബാലസുബ്രഹ്മണ്യൻ എന്നിവരെയും സെക്രട്ടറിയായി MV ജയപ്രകാശിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി TK സരോജിനി, CP ഷീജ, TR കേശവൻ എന്നിവരെയും ട്രഷററായി പ്രസന്നകുമാരിയെയും യോഗം തിരഞ്ഞെടുത്തു. നമ്മുടെ ജില്ലയിലുള്ള 129 യൂണിറ്റുകളിലും ഈ ജനുവരി മാസത്തിൽ തന്നെ യൂണിറ്റ് സമ്മേളനം നടത്താം എന്നാണ് തീരുമാനിച്ചത്. ആ തീരുമാനം ഈ സമ്മേളനം നടത്തുന്നതിന് ആവശ്യമായ യൂണിറ്റുകളിൽ എടുക്കേണ്ട തീരുമാനങ്ങളെ കുറിച്ച് ജില്ലാ കമ്മിറ്റി ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചെമ്മാപ്പള്ളി തൃപ്രയാർ മരണാനന്തര സഹായ സമിതി വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും സമിതി അങ്കണത്തിൽ നടന്നു. സമിതി പ്രസിഡന്റ് ED ഷാജി ഉദ്ഘാടനം ചെയ്തു.
മദ്രാസ് സർവകലാശാലയിൽ നിന്ന് രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ സിനു ചന്ദ്രൻ, +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ അനുശ്രീ NS എന്നിവരെ രക്ഷാധികാരി രാജൻ വാലത്ത്, സെക്രട്ടറി തിലകൻ എന്നിവർ ചേർന്ന് ആദരിച്ചു. ട്രഷറർ അനിൽ ബാബു വരവു ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. മെമ്പർ KC ബാബുരാജ് സംസാരിച്ചു. മക്കളാണ്. രണ്ടാമത്തെ മകനാണ് കൽപ്പാക്കം സമിതിയിലുള്ള ജോലിയുള്ള സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിന് മദ്രാസ് സർവകലാശാലയിൽ നിന്നാണ് ഈ ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ളത്. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യൂസിന്റെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടത്തി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിമ്മി എടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിതിൻ നെല്ലാനിക്കോട് സഹകാർമ്മികനായി. ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 മണിക്ക് നടത്തിയ കുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ വടക്കേത്തല കാർമ്മികത്വം വഹിച്ചു. ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടത്തി. തിങ്കളാഴ്ച മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുക്കർമ്മങ്ങളും സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. എക്സ് ഗൾഫാർ വാർഷിക സൗഹൃദ കൂട്ടായ്മ തളിക്കുളം എടശ്ശേരി CSM കിൻഡർ ഗാർഡനിൽ നടന്നു. പ്രസിഡന്റ് സന്തോഷ് മാടക്കായി അധ്യക്ഷനായി. സെക്രട്ടറി സന്തോഷ് വൈദ്യർ, ട്രഷറർ നന്ദകുമാർ കൂനത്ത്, മക്സൂദ് ചേറ്റുവ, റഹ്മത്ത് അലി വാടാനപ്പള്ളി, സുരേഷ് മോഹനൻ എടശ്ശേരി, വേണുഗോപാൽ കോഴിക്കോട്, സുരേഷ് താമരക്കുളം, ഫ്രാൻസിസ്, അബു അമീർ ഗുരുവായൂർ, നൈസൻ കണ്ടശാങ്കടവ്, ജോഷി കല്ലൂർ, സുരേഷ് ആലപ്പാട് എന്നിവർ സംസാരിച്ചു. എക്സ് ഗൾഫാർ കുടുംബാംഗങ്ങളുടെ ഗാനമേള, കവിതാ പാരായണം, നൃത്തങ്ങൾ എന്നിവയുണ്ടായിരുന്നു. ചാഞ്ഞ് നിൽക്കണ പൂത്ത മാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത്
വൈശാലസന്ധേ നിൻ ചുണ്ടിരന്തേ അരുമസഹിത നഗരകാന്തിയോ. ദേശീയപാത 66 കയ്പമംഗലം 12-ൽ സ്കൂട്ടറും മിനി ലോറിയും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. കയ്പമംഗലം ബോർഡ് സ്വദേശി കാഞ്ഞിരപ്പറമ്പിൽ കാർത്തികയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 107ാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും വൈവിധ്യമാർന്ന പരിപാടികളോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന തലങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ഗിരീഷ് പണിക്കർ അധ്യക്ഷനായി. പഠനത്തിൽ മികവ് നേടിയ കുട്ടികൾക്കുള്ള വിവിധ എൻഡോമെന്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. വൈകിട്ട് നടന്ന യാത്രയയപ്പ് സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെയുള്ള കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും അതുപോലുള്ള നമ്മുടെ അധ്യാപകരും നമ്മുടെ ഈ മണ്ണിനെ കുറിച്ച് പഠിക്കണം. ഈ മണ്ണ് ദീർഘകാലമായി വളരെയേറെ പോരാട്ടം നടന്ന പ്രദേശത്ത് എന്ന നിലയ്ക്കും ഈ വലപ്പാട് എന്ന് പേര് വരാനും മണപ്പുറം പ്രദേശമായി വരാനുള്ള ചില സാഹചര്യങ്ങൾ. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷനായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. ദീർഘകാല സേവനത്തിനു ശേഷം വിരമിക്കുന്ന അധ്യാപകരായ ലതിക MP, KA മെഹറുന്നീസ എന്നിവർക്ക് MLA ഉപഹാര സമർപ്പണം നടത്തി. സംസ്ഥാനതല മത്സര വിജയികളെ ജില്ലാ കളക്ടർ അനുമോദിച്ചു. പ്രത്യേകമായിട്ടും ഈ കോസ്റ്റൽ ഏരിയസിന് അപ്പോൾ ജോയിൻ ചെയ്ത ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുറച്ച് സമയം ബോട്ടിൽ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അപ്പം അങ്ങനെ അതിനുശേഷം മറ്റു കുറേ പ്രോഗ്രാമൊക്കെ കോസ്റ്റൽ ഏരിയയിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനുശേഷം കോസ്റ്റൽ ഏരിയയിൽ നമുക്ക് 61 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രോഗ്രാം വന്നിട്ടുണ്ടോ അത് പ്രധാനമായിട്ട് ഞാൻ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാനാണ് നോക്കാറ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇപ്പം വലപ്പാട് സ്കൂളിൽ എത്തിയത്. പിന്നെ സ്കൂളിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നല്ല ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ളതും നല്ല അക്കാഡമിക്സിൻ്റെ കാര്യത്തിലായാലും നല്ല ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലായാലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്കൂളാണ്. അപ്പോൾ കലോത്സവത്തിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയ്ക്ക് കപ്പ് വഹിക്കുന്നതിനും വളരെ വലിയൊരു പങ്കാണ് നമ്മുടെ വലപ്പാട് സ്കൂള് വഹിച്ചിട്ടുള്ളത്. അപ്പം അതിൽ പങ്കെടുത്ത് വിജയിച്ചും എല്ലാ കുട്ടികൾക്കും ഈ ഒരു അവസരത്തിൽ ആശംസകൾ അറിയിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ കോൽക്കളി ടീമിനെയും ചിത്രരചനയിൽ A ഗ്രേഡ് നേടിയ അഭിനവിനെയും ചടങ്ങിൽ അനുമോദിച്ചു. വാർഡ് മെമ്പർ അജയ് ഘോഷ് വിരമിക്കുന്ന ടീച്ചർമാർക്കുള്ള മംഗളപത്ര സമർപ്പണം നടത്തി. വികസന സമിതി ചെയർമാൻ സുഭാഷ് ചന്ദ്രൻ, PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട്, SMC ചെയർപേഴ്സൺ സരിത രാജു, MPTA ചെയർപേഴ്സൺ ഷീബ ഷാജഹാൻ, പ്രിൻസിപ്പാൾമാരായ സാവിത്രി PS, സിനി PS, HM ഷീജ TM, സുദർശിനി AV, സന്തോഷ് തോന്നയ്ക്കൽ, സുമി, ഗാദ VG, മുഹമ്മദ് സാദിൽ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന ലതിക ടീച്ചറും മെഹറുന്നീസ ടീച്ചറും മറുപടി പ്രസംഗം നടത്തി. കുട്ടികളും അധ്യാപകരും രക്ഷകർത്തൃ സമിതിയും അവതരിപ്പിച്ച കലാപരിപാടികളും തുടർന്ന് നടന്നു. ഇടവേള. ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ ചേറ്റുവ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തീരദേശത്തെ ഏറ്റവും വലുതും ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അടിയന്തര ചികിത്സാ വിഭാഗം. എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിന്റെ സേവനം 24 മണിക്കൂറും. റോഡ് അപകടങ്ങൾ, വീടുകളിലും തൊഴിലിടങ്ങളിലും സംഭവിക്കുന്ന വീഴ്ചകൾ, കുഴഞ്ഞുവീഴൽ, തീപ്പൊള്ളൽ, മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഹൃദ്രോഗ ലക്ഷണങ്ങൾ, വയറുവേദന, മൂത്രത്തടസ്സം, തളർച്ച, സോഡിയം കുറയൽ, പക്ഷാഘാത ലക്ഷണങ്ങൾ, മെഡിക്കൽ ICU, കാത്ത് ലാബ്, കാർഡിയാക് ICU, ഓർത്തോ ICU, വെന്റിലേറ്റർ, CT സ്കാൻ, എക്കോ, ECG, എക്സ്റേ, ലബോറട്ടറി. എല്ലാ ദിവസവും 24 മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ലേബർ റൂം കോംപ്ലക്സ് എന്നിവയുടെ പ്രവർത്തനവും ഫീനിക്സ് മെഡിസിറ്റിയിൽ ലഭ്യമാണ്. ഫോൺ 0487 229 4444 9747 215 850.
Manappuram Geeta Ravi Public School, the joy of learning. വീണ്ടും വാർത്തകളിലേക്ക്. റേഷൻ കടകൾ കാലിയാക്കി ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പിണറായി സർക്കാരിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നിൽപ്പ് സമരം നടത്തി. വാടനപ്പള്ളി ബീച്ച് റോഡിലുള്ള റേഷൻ കടക്ക് മുമ്പിലാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് AM സനോഫൽ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനങ്ങൾക്ക് ആശ്രയമായ റേഷൻ സംവിധാനം തകർക്കുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് സനോഫൽ പറഞ്ഞു. റേഷൻ കടകളിൽ സാധനങ്ങളില്ല. APL വിഭാഗങ്ങളായ നീലക്കാട്, വെള്ളക്കാട് ഉടമകളിൽ നിന്ന് 1 രൂപ വെച്ച് സെസ് ഈടാക്കാൻ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 1 രൂപ വെച്ച് സെസ് ഈടാക്കാൻ ഈ സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. 50 ലക്ഷത്തോളം വരുന്ന APL കാർഡ് ഉടമകളിൽ നിന്ന് 1 രൂപ വെച്ച് സെസ് ഈടാക്കിയാൽ ഒരു വർഷത്തിന് 6 കോടി രൂപയാണ് ഈ സർക്കാർ അടിച്ചു മാറ്റാൻ പോകുന്നത്. ഇവിടുത്തെ റേഷൻ കടകളിൽ ഉൽപ്പന്നങ്ങളുടെ അളവ് വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലതും ഇപ്പോൾ ലഭിക്കാനില്ല. പിണറായി ഭരണത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാതെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. റേഷൻ വ്യാപാരികളോട് നിഷേധാത്മക സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. റേഷൻ സംവിധാനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാരിന് ശുഷ്കാന്തിയില്ല. റേഷൻ സാധനങ്ങൾക്ക് പകരം പണം നൽകുന്ന DBT സമ്പ്രദായം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും സനോഫൽ പറഞ്ഞു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് AY ഹർഷാദ അധ്യക്ഷനായി. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VM മുഹമ്മദ് സമാൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PK അഹമ്മദ്, ജനറൽ സെക്രട്ടറി AA ഷജീർ, ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ അശോകൻ എന്നിവർ സംസാരിച്ചു. ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CATU അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷനും ID കാർഡ് വിതരണവും നടത്തി. അന്തിക്കാട് പാൽ വിതരണ സംഘ ഹാളിൽ ചേർന്ന യോഗം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. IT ഉൾപ്പെടെയുള്ള സാങ്കേതിക മികവുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. അതിനാ 2ാം പിണറായി സർക്കാർ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗം ഏകദേശം 3.5-4 ലക്ഷം പേർക്ക് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുത്തത് ഗവൺമെന്റിന്റെ പേര് പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് പറ്റൂല. വീടില്ലാത്ത ഒരു മനുഷ്യനും ഈ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നിശ്ചയിക്കുന്ന ഒരു ഗവൺമെന്റ് എവിടെയുണ്ട്? 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഭൂമിയിലോ മലയാളത്തിലുണ്ടാവില്ല. ഇല്ല. BJP ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിലുണ്ടോ? അപ്പൊ പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുകയാണ്. അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നസിയ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി KS രഞ്ജിത്ത്, ട്രഷറർ CR ശശി, VG സുബ്രഹ്മണ്യൻ, TB ദയാനന്ദൻ, AV ശ്രീവത്സൻ, TI ചാക്കോ, KV രാജേഷ്, MK സദാനന്ദൻ, MA കുമാരൻ എന്നിവർ സംസാരിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപയുടെ SCP ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച ശ്രീകൃഷ്ണ ലിങ്ക് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയും വാർഡ് മെമ്പറുമായ വിനിത ബെന്നി, വാർഡ് മെമ്പർമാരായ KV ഇന്ദുലാൽ, മിനി സജീവൻ എന്നിവർ സംസാരിച്ചു. ഒരു ഗ്രാമത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണിൽ സഞ്ചാരയോഗ്യമായ റോഡുകളാണ് എപ്പോഴും മനസ്സിലേക്ക് കടന്നു വരിക. ശരിക്കും കുടിവെള്ളം അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള വിഷയം, ഇലക്ട്രിസിറ്റി പ്രാധാന്യമുള്ള വിഷയം, ഇതെല്ലാം നടപ്പിലാക്കി വരുമ്പോഴാണ് നാടിൻ്റെ ഒരു വികസനം നമുക്ക് പൂർത്തീകരിച്ചു എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക. തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് വിനിത ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇവിടുത്തെ ആളുകളുടെ സഞ്ചാര യോഗ്യമായ വഴിയില്ലാത്തതിൻ്റെ വിഷയം ഇവിടെ സൂചിപ്പിച്ചു അല്ലേ. റോഡായിട്ടല്ല, ഇവിടെ തോടായിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോൾ പ്രത്യേക ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ? വിനിതയാണെങ്കിൽ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. വിനിത വാർഡിലെ റോഡുകളെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ ഞാനിങ്ങനെ ഓർക്കാണ്, 25 വർഷം മുന്നേ ഞാനും ആദ്യമായി ജനപ്രതിനിധിയായി വന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ഒരുപാട് താല്പര്യമാണ് നമ്മുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതിനായി നിരന്തരം അതിൻ്റെ പുറകിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വിനിത. എപ്പോഴും നിരന്തരം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും.
തൃപ്രയാർ ലയൺസ് ക്ലബ്ബിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. സുഷമ നന്ദകുമാർ, ക്ലബ് സെക്രട്ടറി CR ഗണേഷ്, മറ്റ് ലയൺസ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണവും നടന്നു. ഭാവഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണ ദിനം തൃശൂർ ബാംസുരി സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഏങ്ങൂര് ഭുവനേശ്വരി ക്ഷേത്രം കല്യാണ മണ്ഡപത്തിൽ ആചരിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയും ജ്യോതിഷ പണ്ഡിതനും സംഗീതജ്ഞനുമായ മധു ശക്തിധര പണിക്കർ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഭാവഗായകൻ P. ജയചന്ദ്രനെ അനുസ്മരിച്ചു സംസാരിച്ചു. ഹൃദയം കൊണ്ട് പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഒരു പാട്ടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ പാട്ടിൻ്റെ വരികൾ നമുക്ക് തരുന്ന ഒരു വൈകാരികതയാണ്. ആ വൈകാരികത നമ്മൾ അനുഭവിച്ച് പാട്ട് പാടുമ്പോൾ ആ വൈകാരികത കേൾക്കുന്ന ആൾക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയാണ് അത്രയും പാട്ട് മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് പോകുക. അങ്ങനെ പാടുന്നവരെയാണ് പാട്ടുകാരെന്ന് വിളിക്കുന്നത്. 2 വാക്ക് ദേവരാജൻ മാഷ് പറഞ്ഞിരുന്നു. ഈ 2 നമ്മുടെ മുന്നിൽ മലയാള സിനിമ ഗാന ശാഖയുടെ 3 പ്രധാനപ്പെട്ട ത്രിമൂർത്തികൾ എന്ന് പറയുന്ന 3 പേരാണ് ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമികൾ, കെ രാഘവൻ മാസ്റ്റർ. ബഷീർ തളിക്കുളത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ആസ്വാദന പ്രഭാഷണം നടത്തി. സംഘാടകൻ ബാൻസുരി അജിത് കുമാർ, സുരേഷ് കടലാശ്ശേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാൻസുരി സംഗീത കൂട്ടായ്മ അംഗങ്ങൾ അവതരിപ്പിച്ച സംഗീത സദസ്സും അരങ്ങേറി. കാരമുക്ക് തെക്കുമുറി മരണാനന്തര സഹായ സമിതി വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് വിനോജ് കാട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. സമിതിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച മുതിർന്ന വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. MBBS ബിരുദം നേടിയ ഡോക്ടർ അമൃത, ഡോക്ടർ ഏഞ്ചൽ മേരി എന്നിവരെ അനുമോദിച്ചു. ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥൻ കൊച്ചത്ത്, ട്രഷറർ വിദ്യ ജിജേഷ്, സെക്രട്ടറി ചലേഷ് വെണ്ണക്കൽ, വൈസ് പ്രസിഡന്റ് ഷീല ബാബു, കൺവീനർമാരായ MR ഗോപി, രഘുരാമൻ മുടത്തോളി, ശോഭാചന്ദ്രൻ, ഷാജി ആന്തുപറമ്പിൽ, കമ്മിറ്റി അംഗങ്ങളായ സദാശിവൻ ഇളയെടുത്ത പറമ്പിൽ, സതീഷ് മൂത്തെടുത്ത്, ഷീനാമണി, ഓഡിറ്റർമാരായ T. ഗോപാലകൃഷ്ണൻ, T. അച്യുതാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ബാലചന്ദ്രൻ, സെക്രട്ടറി രാമചന്ദ്രൻ കരാട്ടുപറമ്പിൽ, ട്രഷറർ ഗോപി മാമ്പുള്ളി, വൈസ് പ്രസിഡന്റ് വിദ്യ ജിജേഷ്, ജോയിന്റ് സെക്രട്ടറി വിനോജ് കാട്ടുങ്ങൽ, കൺവീനർ ചന്ദ്രിക കാർത്തികേയൻ, കമ്മിറ്റി അംഗം ബാബു കല്ലയിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. അവരെ ആദരിക്കുന്ന ഈ ചടങ്ങും ഒരു 50ാം വാർഷികമാകുമ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങ് തന്നെയും അതുപോലെ സമിതിയിൽ നിന്നുള്ള നല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരും നല്ല പ്രവർത്തകരൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാവട്ടെ. അതുപോലെ എന്താ പറയുക, ഒരു മാസം ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ഇപ്പോൾ ഒരു 60 രൂപ വരിസംഖ്യ അങ്ങനെ വെച്ചിട്ട് ഒരു 20,000 രൂപ ഒരു വീട്ടിലേക്ക് കിട്ടുമ്പോൾ അതൊരു ഉപകാരമാണ്. പക്ഷെ അത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും, അത് കൊണ്ടു നടക്കുന്ന പ്രവർത്തകർക്കും ഇതിൻ്റെ പേരിലുള്ള എന്താ പറയുക അതിനെ തന്നെ നന്ദി പറയുന്നു. മരണസമിതി കുറേ സംഭവം കൊണ്ടു നടക്കുമ്പോൾ അതിന് കുറേ ബുദ്ധിമുട്ടുകളും എല്ലാതും ഉണ്ട്. ഇത് പറഞ്ഞ പോലെ ഒരു കുറേ വർഷമായി സ്ഥാനല്ലേ, അതുപോലെ ഭാരവാഹിത്വം ഏറ്റെടുക്കാനാണ് ആൾക്കാർ കുറവുണ്ടാവുക. എന്താ വെച്ചാൽ കൊണ്ടു നടക്കാന്ന് പറഞ്ഞത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നല്ല നല്ല നിർദ്ദേശങ്ങളും നല്ല പ്രവർത്തകരൊക്കെ പുതിയ ഭരണസമിതി ഉണ്ടാവട്ടേന്നും ഭരണസമിതി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടേന്നും ആശംസിച്ചതുമായി വലപ്പാട് സ്കൂളിൽ നിന്നും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ കുട്ടികൾക്കും പരിശീലകർക്കും 1978 SSLC ബാച്ച് മധുരയ്ക്കും ഓർമ്മകൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി. കലോത്സവത്തിൽ കൊൽക്കളിയിൽ A ഗ്രേഡ് നേടിയ 12 വിദ്യാർത്ഥികളെയും അതിന് നേതൃത്വം നൽകിയ 4 പരിശീലകരെയും വാട്ടർ കളറിംഗിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്കുമാണ് ആദരവ് നൽകിയത്. മധുരയ്ക്കും ഓർമ്മകൾ സ്ഥാപകൻ MM ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഹൈസ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ ഗോവിന്ദൻ കുട്ടികൾക്ക് മൊമെന്റോ നൽകി. പ്രിൻസിപ്പൽമാരായ സാവിത്രി PS, സിനി HM, ഷീജ ടീച്ചർ, മധുരയ്ക്കും ഓർമ്മയുടെ സംഘടനാ ഭാരവാഹികളായ ഷിജ ഉല്ലാസ്, ലൈല നസീർ, മണി ഉണ്ണികൃഷ്ണൻ, ലത രാജ്ഘോഷ്, മസൂദ്, ദിലീപ്, ക്ലെമന്റ്, റഷീദ്, സന്തോഷ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട് എന്നിവർ സംസാരിച്ചു. അഡ്മിനിസ്ട്രേറ്ററോടും PTA അംഗങ്ങളോടും PTA പ്രസിഡന്റ് പ്രിൻസിപ്പാളോടും ഒരു 2 പ്രിൻസിപ്പാൾമാരുണ്ട്.
എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ചുറ്റുവട്ടത്ത് സൂര്യപ്രകാശത്തിൽ നമുക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അനുമോദനങ്ങൾ. ഞങ്ങളൊക്കെ പഠിച്ച ഈ സരസ്വതി മണ്ഡപം നാൾക്ക് നാൾ മുന്നോട്ട് ഗതിക്കട്ടെ എന്നും നിങ്ങളെപ്പോലെ കോൾക്കണിയിൽ മാത്രമല്ല ഇതുവരുടെ എല്ലാ സന്ദർഭങ്ങളിലും ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനായി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകാരമുള്ള കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കഴിമ്പ്രം സ്കൂൾ വിദ്യാർത്ഥി ആർച്ച വെങ്കല മെഡൽ നേടി. എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കരാത്തയിൽ വെള്ളി മെഡലും നേടിയിരുന്നു. ഇതോടുകൂടി സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത 2 ചാമ്പ്യൻഷിപ്പുകളിലും മെഡലുകൾ നേടി കെൻഷോ കരാത്തെ അസോസിയേഷന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ആർച്ച. പുളിപ്പറമ്പിൽ ഷൈബുവിന്റെയും സുഷിതയുടെയും മകളാണ് ആർച്ച. അനുജൻ ആര്യനും കരാത്തെ അഭ്യസിക്കുന്നുണ്ട്. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള കരുതലായി തൃശൂർ ജില്ലയിലെ തീരദേശ പ്രദേശത്തുള്ള നിർധനരായ 150 കുട്ടികൾക്ക് മണപ്പുറം ഫൗണ്ടേഷൻ പഠനോപകരണങ്ങൾ കൈമാറി. മൈബ്രോ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. GFUP സ്കൂൾ മന്ദലാംകുന്ന്, ആലപ്പാട് ഗവൺമെന്റ് LP സ്കൂൾ, GFLP സ്കൂൾ പള്ളിപ്പുറം, ഗവൺമെന്റ് LP സ്കൂൾ പെരുമ്പടപ്പ എന്നിവിടങ്ങളിലെ സ്കൂൾ ഹെഡ് മാസ്റ്റർമാർക്ക് പഠനോപകരണങ്ങൾ കൈമാറി. പരിപാടിയുടെ സമാപന ചടങ്ങിൽ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ 50ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി. പദ്ധതിയുടെ ആകെ ചിലവ് 98,243 രൂപയാണ്. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ് അധ്യക്ഷത നിർവഹിച്ച ചടങ്ങിൽ കയ്പമംഗലം നിയോജക മണ്ഡലം MLA ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. മൈബ്രോ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് CFO ബബിൻ വേണുഗോപാൽ, മൈബ്രോ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് സെയിൽസ് ഹെഡ് ചന്ദ്രൻ, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, CSR ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ വർക്കേഴ്സായ മാനുവൽ അഗസ്റ്റിൻ, അഖില, MK ജ്യോതിഷ്, ഫാത്തിമ ഷെറിൻ എന്നിവർ സംസാരിച്ചു. ഈ ഫൗണ്ടേഷൻ ശ്രീ VP നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലുള്ള വലിയ ഇടപെടൽ നടന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾക്ക്, കുട്ടികൾക്ക് പഠനം നടത്താനുള്ള ഒരു പ്രോത്സാഹനം നൽകണം എന്ന അദ്ദേഹത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും കാഴ്ചപ്പാടാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. പലപ്പോഴും നല്ല രീതിയിൽ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് ഈ കേരളമെങ്കിലും കുറച്ചെങ്കിലും ആളുകൾ പഠനവും അതുമായി ബന്ധപ്പെട്ട നടത്തുന്നതിൽ അത് രക്ഷിതാക്കൾക്ക് പ്രയാസമുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അവരെ മക്കളെ ഏറ്റവും നന്നായി പഠിക്കണമെന്ന് അവരുടെ ആഗ്രഹമാണ്. പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടാതെ പോയിട്ടുള്ള വിദ്യാഭ്യാസം എൻ്റെ മകനും മകൾക്ക് കൊടുക്കണം എന്ന് പറയാറുണ്ട്. അത് ഉള്ളിൽ തട്ടി പറയുന്നതാണ്. വീണ്ടും ഇടവേള. നിങ്ങൾ ഒരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശ്വിൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ.
എന്താ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഈ ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ട് ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വാർത്തകൾ തുടരുന്നു. നാട്ടിക ശ്രീ ആരിക്കിരി ഭഗവതി ക്ഷേത്ര മഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും. ഉത്സവ ദിവസം രാവിലെ നിർമാല്യ ദർശനം, മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് 7 ആനകളോടുകൂടിയ എഴുന്നള്ളിപ്പിന് ഗുരുവായൂർ ഇന്ദ്രസൻ ദേവിയുടെ തിടമ്പേറ്റും. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, രാത്രി 8 മണിക്ക് കൊച്ചിൻ പാണ്ഡവാസന്റെ നാടൻ പാട്ടും ഉണ്ടായിരിക്കും. തളിക്കുളം എരണേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവിയുടെ ഗ്രാമപ്രദക്ഷിണം, പറയെടുപ്പ് എന്നിവയുണ്ടായി. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് റോഷ് AR, സെക്രട്ടറി സ്മിത്ത് EVS, വൈസ് പ്രസിഡന്റ് ഷൈജു ES, ജോയിന്റ് സെക്രട്ടറി പ്രിൻസ് മദൻ, ഖജാൻജി ഷെറി എന്നിവർ നേതൃത്വം നൽകി. ഉത്സവ ദിവസമായ ബുധനാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, പ്രഭാത ശീവേലി, വൈകിട്ട് നടക്കുന്ന കാഴ്ച ശീവേലിയിൽ 9 ഗജവീരന്മാർ അണിനിരക്കും. ചിറക്കൽ കാളിദാസൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, രാത്രി 8-ന് വോയിസ് ഓഫ് കൊച്ചിൻ നയിക്കുന്ന പാട്ടുത്സവവും ഉണ്ടായിരിക്കും. വ്യാഴാഴ്ച ആറാട്ട് മഹോത്സവത്തോടെ ഉത്സവത്തിന് സമാപനമാകും. പടിയം എടത്തിരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവവും കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പ്രസാദ് ചെർത്തേടത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി രാംകുമാർ കാട്ടാനിൽ, ക്ഷേത്ര തന്ത്രി ഹരിനാരായണൻ നമ്പൂതിരി, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ബാലകൃഷ്ണൻ പുറക്കോട്ട്, ക്ഷേത്ര ഉപദേശക സമിതി ജോയിന്റ് സെക്രട്ടറി സന്തോഷ് തണ്ടാശ്ശേരി എന്നിവർ പങ്കെടുത്തു. എടത്തിരുത്തി, കയ്പമംഗലം, മതിലകം, പെരിഞ്ഞനം പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണത്തിലെ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പള്ളിവളവിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ സമാപിച്ചു. കേരള പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P. മേനോൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ പതാക കൈമാറി. DCC നേതാക്കളായ CC ബാബുരാജ്, PMA ജബ്ബാർ, മണി കാവുങ്ങൽ, ഷീല വിശ്വംഭരൻ, PA അഫ്സൽ, CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, നേതാക്കളായ CJ ജോഷി, ഉമറുൽ ഫാറൂഖ്, PM അബ്ദുൾ സലീം, KK കുട്ടൻ, TS ശശി, സുധാകരൻ മണപ്പാട്ട്, KV അബ്ദുൾ മജീദ്, KK രാജേന്ദ്രൻ, VS ജിനേഷ്, BC ദിനേശൻ എന്നിവർ സംസാരിച്ചു. ഈ നാട്ടിൽ കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. അടുത്ത വർഷമുള്ള കാലഘട്ടത്തിൽ പോലും ശുദ്ധജലം കിട്ടാതെ ഈ നാട്ടിൽ ജനങ്ങൾ അവശത അനുഭവിക്കുകയാണ്. അപ്പോൾ വേനൽപ്പകലിൻ്റെ കാര്യം നമ്മൾ പറയാതെ തന്നെ അറിയാമല്ലോ. ഇത് നമ്മൾ ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതി വന്നതിന് ശേഷം ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ഈ പ്രയാസം ഇന്നും ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർദാർ ഗോപാലകൃഷ്ണന്റെ 75ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. CPM, CPI പാർട്ടികളുടെ നേതൃത്വത്തിലാണ് സർദാർ ദിനം ആചരിച്ചത്. എടമുട്ടത്തു നിന്നും 100 കണക്കിന് പേർ അണിനിരുന്ന പ്രകടനം പുളിച്ചോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PK ഷാജു അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, ET ടൈസൺ MLA, CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ്, പ്രൊഫസർ KU അരുണൻ, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, KA വിശ്വംഭരൻ, KR സീത, അഡ്വക്കേറ്റ് സുദർശനൻ, TN തിലകൻ, TK ചന്ദ്രബാബു,, AV സതീഷ്, ഷീന വിശ്വൻ എന്നിവർ സംസാരിച്ചു. 75
AKG കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുകളിൽ ദേശീയ പതാക ഉയർത്തിയിട്ടാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. വീണ്ടും ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് AKGയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്, നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട്. ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത ഒരു ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതാനാവില്ല. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. 48 ജനുവരി മാസത്തിൽ മദിരാശി സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നിരോധിച്ചു. മദിരാശി സംസ്ഥാനത്തിലെ ജില്ലയായിരുന്നു മലബാർ. മലബാർ ജില്ലയിൽപ്പെട്ട പൊന്നാനി താലൂക്കിലെ അന്ന് ബ്രിട്ടീഷുകാർ ഭരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരുന്നത് വില്ലേജ് പഞ്ചായത്ത് അങ്ങനെയൊന്നുമില്ല. താലൂക്ക് കഴിഞ്ഞ പിന്നെ ഫർക്കയാണ്. അപ്പോൾ പൊന്നാനി താലൂക്കിലെ നാട്ടിക ഫർക്ക മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശമായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നുപീടിക യൂണിറ്റിന്റെ സുവർണ ജൂബിലി ആഘോഷം ഏപ്രിൽ 23, 24 തീയതികളിൽ നടക്കും. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ മയക്കുമരുന്നിനെതിരെ ലഹരി വിമുക്ത ക്യാമ്പയിനും സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P. പവിത്രൻ മുഖ്യാതിഥിയാകും. തുടർന്ന് യുവാക്കളുടെ ഇരുചക്രവാഹന പ്രചരണ റാലിയും ഉണ്ടായിരിക്കും. ജനുവരി 28 മുതൽ ഏപ്രിൽ 24 വരെ കല, സാഹിത്യം, സാംസ്കാരികം, ഗെയിംസ് ഉൾപ്പെടെ വൈവിധ്യങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകന്മാർ, വ്യാപാരി നേതാക്കൾ തുടങ്ങിയവർ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കും. ക്ലീൻ മൂന്നുപീടിക ക്യാമ്പയിനും സംഘടിപ്പിച്ചിട്ടുണ്ട്. സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ MKM ഇക്ബാൽ, MS സിദ്ദീഖ്, MB മുബാറക്, KB ബീന, UY ഷമീർ, KR സത്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി ചർച്ച ചെയ്യുന്നതിനായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല കരട് പദ്ധതി അവതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ NR ഹർഷകുമാർ, പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ ഈ പഞ്ചായത്ത് സംബന്ധിച്ച് അതിൽ ഏറ്റവും വലുതെന്ന് തോന്നുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച എല്ലാവർക്കും തലചായ്ക്കാൻ ഒരു സ്ഥലം നൽകണമെന്ന നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടുള്ള ലൈഫ് ഭവന പദ്ധതിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയ സ്ഥലം പെരിഞ്ഞാണ്. അത് പെരിഞ്ഞാലുള്ള ഒരു അപ്രീസിയേഷനാണ്. അതൊരു വളരെ ഗൗരവപ്പെട്ട സമയമാണ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി ചർച്ച ചെയ്യുന്നതിനായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാഖ് കരട് പദ്ധതി രേഖ അവതരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PN ആശ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ആഗ്രഹിക്കാനിട്ടല്ല പലതും. അത്തരം ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടി പലപ്പോഴും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള കുറവാണ്. ആ കുറവ് വരുമ്പോഴാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഗ്രാമസഭയിലൊക്കെ ഞങ്ങളൊരു വാർഡിൽ പങ്കെടുക്കുമ്പോൾ മാത്രം പഞ്ചായത്ത് കിട്ടിയ മുഴുവൻ പണം ആ വാർഡിൽ ഉപയോഗിച്ചാൽ പോലും ആ പ്രശ്നങ്ങൾ അവസാനിക്കാൻ കഴിയില്ല എന്ന പൊതുസ്ഥിതി വരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് നടപ്പിലാക്കാൻ കഴിയുക? നമ്മുടെ പ്രോജക്റ്റുകളെല്ലാം എത്രത്തോളം ഉണ്ടെങ്കിലും അത് ഒരുമിച്ച് കൊണ്ടുവന്ന് ആ പ്രോജക്റ്റിൽ അത്യാവശ്യമുള്ളവ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് വെരി നെസസറി എന്ന് പറയാം ഏറ്റവും
ഗൗരവപ്പെട്ടതിൻ്റെ ഒരു പാറ്റേൺ വേറെ തിരിക്കേണ്ടി വരും. ഇലക്ഷൻ വാഗ്ദാനം പാലിച്ച് നാട്ടിക 2ാം വാർഡ് മെമ്പർ സെന്തിൽ കുമാർ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറുടെ ഓണറേറിയം ഉപയോഗിച്ച് നാട്ടിക ബീച്ച് KMUP സ്കൂൾ പരിസരത്ത് നിർമ്മിച്ച മിനി LED സ്ട്രീറ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം വാർഡിലെ തൊഴിലുറപ്പ് അമ്മമാർ നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ സെന്തിൽ കുമാർ അധ്യക്ഷനായി. വാർഡ് വികസന സമിതി ചെയർമാൻ ലാൽ ഊണുങ്ങൽ, ദേവദാസ്, ശ്യാംലാൽ, ദിനേശൻ പാണപ്പറമ്പിൽ, ബൈജു വേളക്കാട്ട്, PS സുബീഷ്, അജയൻ, മനോജ് പെടാട്ട്, സതീഷ്, രഞ്ജിത്ത്, മനോഹരൻ, വിജയൻ NK എന്നിവർ സംസാരിച്ചു. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും അക്കമിട്ടിട്ട് നമ്മളിവിടെ വാർഡിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു വാഗ്ദാനമാണ് ഈ നമ്മുടെ KMUP സ്കൂളിൻ്റെ അവിടെ ഒരു മിനിമാസ്റ്റ് ലൈറ്റ്. ഇപ്പോൾ നമ്മൾക്ക് വലിയ ലൈറ്റുകളും അതുപോലെ തന്നെ MP-മാരുടെ MLA-മാരുടെ ഫണ്ടുകൾക്കൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിയൊരു 6 മാസമുള്ളൂ അത് കഴിയാൻ. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് എന്തായാലും ഇത് സ്ഥാപിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ ഈ 3 മാസത്തെ ഓണറേറിയം ഉപയോഗിച്ച് ഈ KMUP സ്കൂളിൻ്റെ പരിസരത്ത് ഒരു ചെറിയ രീതിയിൽ ഒരു LED സിസ്റ്റം ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. വലപ്പാട് ബീച്ച് വേളയിൽ VG അശോകൻ അന്തരിച്ചു. 98 വയസ്സായിരുന്നു. കേരള പോലീസ് സേനയിൽ സർക്കിൾ ഇൻസ്പെക്ടറായി വിരമിച്ച ശേഷം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സ്ഥാപക പ്രസിഡന്റായിരുന്നു. ദീർഘകാലം ശ്രീനാരായണ പ്രസ്ഥാനവുമായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം തൃപ്രയാർ, എടമുട്ടം എന്നിവിടങ്ങളിൽ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭാര്യ പരേതയായ പാർവതി ടീച്ചർ. മക്കൾ സുനിൽ ദീപ്, അജിത് കുമാർ, പ്രദീപ് കുമാർ, മരുമക്കൾ ഗീത, പ്രീതി, ഷൈനി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് കോതകുളത്ത് വെച്ച് മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. റേഷൻ കടകൾ കാലിയാക്കി ജനങ്ങളെ ദുരിതത്തിലാക്കുന്നതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നിൽപ്പ് സമരം നടത്തി. തളിക്കുളം എരണേഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവം ബുധനാഴ്ച ആഘോഷിക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.